ഹായ് ഓൾ. ഇന്ന് നമ്മൾ ട്രയാങ്കിൾസ് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം കോൺഗ്രുവൻസി എന്താണെന്ന് നോക്കാം. കോൺഗ്രുവൻസ്, രണ്ട് ഫിഗർ കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ എങ്ങനെയാ പറയാ? സെയിം ഷേപ്പ് ഉണ്ടാവണം, സെയിം സൈസും ഉണ്ടാവണം. സെയിം ഷേപ്പും സെയിം സൈസും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റുക. ഒരേ സമയത്ത് രണ്ടും ഉണ്ടാവണം എന്നാണ് പറയാം. ഒരു രണ്ട് ഫിഗർ കോൺഗ്രുവൻ്റ് ആണ് എങ്ങനെ പറയാ? അതിന് സെയിം ഷേപ്പും ഉണ്ടാവണം, സെയിം സൈസും ഉണ്ടാവണം, രണ്ടും ഒരേപോലെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? സെയിം ഷേപ്പ് ഉള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പം കോൺഗ്രുവൻസി എന്നല്ല അതിനെ പറയാം, സിമിലാരിറ്റി എന്നാണെന്ന് പറയാം. സിമിലർ, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിന് സെയിം ഷേപ്പ് ഉണ്ടാവണം എന്നാണ് പറയുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടു ട്രയാങ്കിൾസ് ആർ സിമിലർ if they have the same shape but not necessarily the same size. സെയിം സൈസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സെയിം സൈസ് ഉണ്ടായ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സെയിം സൈസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സെയിം ഷേപ്പ് ആവണമെന്ന് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? അത് സിമിലർ ആണെന്ന് പറയുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സിമിലാരിറ്റി ഓഫ് സർക്കിൾസ് എന്ത് പറയാം? ഓൾ സർക്കിൾസ് ആർ സിമിലർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? എല്ലാത്തിനും ഒരേ ഷേപ്പ് അല്ലേ? ഇങ്ങനെ ഒരേ ഷേപ്പാണ് എല്ലാ സർക്കിളിനും ഉണ്ടാവുന്നത്. സൈസ് വ്യത്യാസം ഉണ്ടെങ്കിലും ഷേപ്പ് ഒന്ന് തന്നെയല്ലേ? അതുകൊണ്ട് ഓൾ സർക്കിൾസ് ആർ സിമിലർ എന്ന് പറയാം. അതേപോലെയോ ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ എന്ന് പറയാം. അപ്പോഴും എന്താ വ്യത്യാസം? സൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ, ഷേപ്പിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അതേപോലെ നമുക്ക് എന്തും കൂടി പറയാം. ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ എന്ന് പറയാം. ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഫിഗറിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഇപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് എല്ലാം സിമിലർ ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. എന്താണ്? ഇങ്ങനെയായിരിക്കും. അതിന് ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാവുക. നമുക്ക് കോൺഗ്രുവൻസി എന്താണെന്ന് അറിയാം. കോൺഗ്രുവൻറ്റ് എന്താ? സെയിം സൈസും ഉണ്ടാവണം, സെയിം ഷേപ്പും ഉണ്ടാവണം. അപ്പൊ നമുക്ക് സിമിലാരിറ്റി എങ്ങനെ പറയാം? സെയിം ഷേപ്പ് മാത്രം ഉണ്ടായാൽ മതി, സെയിം സൈസ് ആവണമെന്ന് നിർബന്ധമില്ല. നോട്ട് നെസസറിലി ദ സെയിം സൈസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് ആർ സിമിലർ but all similar figures are not congruent. എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആണ്, പക്ഷെ എല്ലാ സിമിലർ ഫിഗേഴ്സും കോൺഗ്രുവന്റ് അല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? two polygons of same
number of sides are similar if one their corresponding angles are equal and their corresponding sides are in the same ratio. സെയിം റേഷ്യോ എന്നോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്നോ നമുക്ക് പറയാം. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് സെയിം നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള പോളിഗൺസ് സിമിലർ ആണ്. എപ്പം അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവും ചെയ്യണം. അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലും കൂടി ആയാൽ മാത്രമേ അത് എന്താവുള്ളൂ, സിമിലർ ആവുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ നമുക്ക് പഠിക്കാനുള്ളത്? സ്കെയിൽ ഫാക്ടർ ആണ്. The same ratio of the corresponding sides is called എന്താണ്? The scale factor. സെയിം റേഷ്യോ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത്? രണ്ട് പോളിഗൺസ് സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിൽ ആവും വേണം. കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സ്കെയിൽ ഫാക്ടർ എന്ന് പറയാം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്കെയിൽ ഫാക്ടർ നമുക്ക് ഗ്ലോബിലൊക്കെ കാണാം. 1:100 എന്നോ അല്ലെങ്കിൽ 1:1,00,000 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗ്ലോബിലൊക്കെ കാണാം. 1 centimeter is to 1,00,000 kilometer എന്ന് പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്ററിൽ 1,00,000 kilometer നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് നമ്മുടെ സ്കെയിൽ ഫാക്ടർ. ഇപ്പൊ നമുക്ക് രണ്ട് ക്വാഡ്രിലേറ്റർ എടുക്കാം, ABCDയും PQRSഉം. ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ആംഗിൾ A = 105, ഇവിടെ ആംഗിൾ P = 105. B എന്താ? 100 ഡിഗ്രി, Q 100 ഡിഗ്രി, പിന്നെന്താ? C 70 ഡിഗ്രി, R 70 ഡിഗ്രി, D 85 ഡിഗ്രി, S 85 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് കിട്ടി. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തും കൂടി കിട്ടണം? കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണെന്നും കൂടി കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? സിമിലർ ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? AB/PQ എത്രയാ? AB/PQ എത്രയാണ്? 1.5/3 എത്രയാ? 1.5/3 ഈക്വൽ ടു 1/2. BC/RQ എന്താ? BC/RQ എന്ന് പറഞ്ഞാലും BC/RQ അതും 2.5/5 എന്ന് പറഞ്ഞാൽ അതും 1/2 ആണ്. പിന്നെയോ CD/RS എന്ന് പറഞ്ഞാൽ എന്താ? 2.4/4.8 അതും 1/2 ആണ്. CD/RS. AD/PS എന്ന് പറഞ്ഞാൽ 2.1/4.2 അതും 1/2 ആണ്. അപ്പൊ AD/PS. അപ്പൊ നമുക്ക് എല്ലാ സൈഡും സെയിം റേഷ്യോയിലാണ് കിട്ടിയത്. സെയിം റേഷ്യോ എത്രയാ? 1/2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് sides are in the same ratio. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ABCD is similar to PQRS എന്ന് നമുക്ക് പറയാം. സിമിലാരിറ്റി നമ്മൾ ഈ സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം. ഇതാ ഇങ്ങനെ. ഓക്കെ. പിന്നെ നമുക്ക് എന്ത് പറയാം? If one polygon is similar to another polygon and this second polygon
is similar to a third polygon, then the first polygon is similar to the third polygon എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പോളിഗൺ വേറൊരു പോളിഗനുമായിട്ട് സിമിലർ ആണെങ്കിൽ, രണ്ടാമത്തെ പോളിഗൺ മറ്റൊരു പോളിഗനുമായിട്ട് സിമിലർ ആണെങ്കിൽ, ആദ്യത്തെ പോളിഗൺ ആ മൂന്നാമത്തെ പോളിഗനുമായിട്ട് സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പൊ ABCD എന്ന് പറയുന്ന പോളിഗൺ ഉണ്ട് വിചാരിച്ചോളൂ. അത് PQRS എന്ന് പറഞ്ഞ പോളിഗനുമായിട്ട് സിമിലർ ആണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം? PQRS എന്ന് പറയുന്ന പോളിഗൻ IJKL എന്ന് പറഞ്ഞ പോളിഗനായിട്ട് സിമിലർ ആണെന്ന് വിചാരിച്ചോളൂ. ഈ രണ്ട് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ABCD എന്ന് പറയുന്ന പോളിഗനും IJKL എന്ന് പറയുന്ന പോളിഗനും സിമിലർ ആണ് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറയാം. ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? രണ്ട് പോളിഗൻ സിമിലർ ആണ്. ഇപ്പം കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലും ആവണം, കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാവണം. പക്ഷേ ഇതിന്റെ ഏതെങ്കിലും ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് സിമിലർ ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയാം. എന്താ പറയുന്നത്? either of the two conditions of similarity of polygons is not sufficient. Not sufficient for them to be similar. എന്താ പറയുന്നത്? either of the two conditions of similarity of polygons is not sufficient for them to be similar. ഇതിന്റെ ചിലപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലും കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിൽ അല്ലാതെ ആയിട്ട് തരും. സെയിം റേഷ്യോയിൽ അല്ലാതെ തന്നാൽ നമുക്ക് സിമിലർ ആണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ അല്ലാത്ത കേസും തരാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? സിമിലർ ആണെന്ന് പറയാൻ പറ്റില്ല. രണ്ട് പോളിഗൻസ് സിമിലർ ആവണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയാം. ഓക്കെ.